ഉണ്ടാക്കാൻ പോകുന്നത് ഒരു DIY വോൾ ഡെക്കറാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്ന ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ ഇത് ഈ ഷേപ്പിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. എന്നാലാണ് കളർ ചെയ്യുമ്പോൾ നമുക്ക് പെയിൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വൃത്തിയിലൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുക്കുക. എന്നിട്ട് അത് മൊത്തമായിട്ട് അതിലൊട്ടിച്ച് കൊടുക്കുക. ചെറിയ പീസ് മതി. ഈ ചെറിയ ചെറിയ പീസ് വെച്ചില്ലേ, അതിൽ മാത്രമാണ് ശരിക്കും ബ്രൗൺ കളർ ആവശ്യമുള്ളൂ. ഞാനിവിടെ ആദ്യം മൊത്തം ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ബ്ലാക്ക് അടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ബ്രൗൺ കളറൊക്കെ കുറച്ചുള്ളെങ്കിൽ നിങ്ങൾ ആദ്യം ഈ വെട്ടിയുമ്പോൾ മാത്രമായിട്ട് ബ്രൗൺ കളർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY വോൾ ഡെക്കറാണിത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സ്റ്റെമ്മിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന പേപ്പർ റോൾ ചെയ്തെടുക്കുക. അതിന് ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ സാധാ പേപ്പർ റോൾ ചെയ്തിട്ട് ഫെവിക്കോളോട് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ. അത് ഒരു 6 എണ്ണം മതി. എന്നിട്ട് അതിനെയാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് ഞാനിവിടെ. എന്നിട്ട് അത് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അത് മൊത്തം അടിച്ചെടുത്ത് ഉണക്കാൻ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പെയിൻറ്റൊക്കെ ആദ്യം ഉണങ്ങാൻ വെച്ചിട്ടാണ് ഞാൻ ആ സ്റ്റെമ്മിൻ്റെ പിന്നീടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത് ആദ്യം ഉണങ്ങാൻ വെച്ചിട്ടാണ് ഇതൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. ആദ്യം ഇതൊക്കെ പെയിൻറ്റ് അടിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് എങ്ങനെയുണ്ടെന്ന് കൂടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വൃത്തിയായിട്ട് ഇരിക്കണം. അതുപോലെ ആ ടേപ്പ് ഒട്ടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾ ഡെക്കറാണ്. അപ്പോൾ ഇതിന് മൊത്തം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ വീണ്ടും അത് ഒട്ടിച്ച് കൊടുത്തത്. ആ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഫ്ലവറിനായിട്ട് ഇവിടെ ഞാൻ ഗ്രീൻ കളർ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ആദ്യം വട്ടത്തിൽ വെട്ടിയെടുക്കുക. എന്നിട്ടാണ് അതിതുപോലെ ഇതിൽ കാണുന്ന പോലെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ സർക്കിളിൽ വെട്ടിയിട്ടാൽ എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഞാനിവിടെ റെഡ് കളർ ഡോട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഫ്ലവറിനായിട്ട് നിങ്ങളുടെ ഐഡിയൽ പോലെ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നല്ലതായിരിക്കും. അത് വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു വോൾ ഡെക്കറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.